أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم إن كنتم تعلمون. ذلكم خير لكم عند بارئكم ذلكم خير لكم عند بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. صدق الله العظيم. മൂസാ നബി അലൈഹിസ്സലാം വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി തൻ്റെ അനുയായികളോട് പറഞ്ഞ സന്ദർഭം അങ്ങ് ഓർക്കുക എന്ന് അന്നത്തെ സംഭവം മുസ്തഫ നബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യാ കൗമി, ഇന്റെ കൗമേ, അതിലെന്നെ അമ്പിയാക്കൾക്ക് അനുയായികളുണ്ടാവുന്ന കടുപ്പമേറിയ കാരുണ്യത്തിൻ്റെ ഒരു വിളിയാണിത്. ഇത്ര അക്രമങ്ങളും അഹങ്കാരവും വഴികേടും ധിക്കാരവും കുരച്ചുചാട്ടവും കുതിര കയറലും പരസ്യമായ നിയമലംഘനവും എല്ലാം നടത്തിയതിന് ശേഷം മൂസാ നബി ഇതെല്ലാം കാട്ടിക്കൂട്ടിയ ഈ പേക്കൂത്തുകാരെ വിളിച്ചത് യാ കൗമി, എന്റെ കൗമേനാണ്. ഒരു പരിധി കഴിഞ്ഞ് ആരും അങ്ങനെ പറയില്ല. വാപ്പ മോനോട് തന്നെ പരിധി വിട്ട ധിക്കാരവും മര്യാദക്കേടും അനുസരണക്കേടൊക്കെ കാണിച്ചാലേ നീ ഇതിന്റെ മോനല്ല എന്നാണ് പറയല്. ഞാൻ എന്റെ മോനാ നിങ്ങൾ പറയരുതെന്ന് നാട്ടുകാരോടും പറയും. ഏറ്റവും വലിയ പരിധി വിട്ടു. മൂസാ അലൈഹിസ്സലാം ഹാറൂനാകുന്ന ജ്യേഷ്ഠ സഹോദരനെ അനുസരിക്കണം, ഞാൻ വരുന്നവരെ നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂസാ നബി തൗഹീദിന് വേണ്ടി നിയോഗിതനായ പ്രവാചകനായിരിക്കെ ആ തൗഹീദിന്റെ പൊളിച്ചെഴുത്ത് 40 ദിവസത്തിനുള്ളിൽ ചെയ്ത ആളുകളാണ് ഇവർ. എന്തിനാണ് മൂസാ അലൈഹിസ്സലാം വന്നത്? ആ ലക്ഷ്യത്തെ കീറി മുറിച്ച ആളുകളാണ്. എന്നിട്ട് ആ ആളുകളോട് പറഞ്ഞത് എന്റെ കൗമേന്ന്, എന്റെ കൗമേ, യാ കൗമി, എന്റെ കൗമേ. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ. നിങ്ങൾ വല്ലാത്ത അക്രമമാണ് ചെയ്തത്. ളലംതു, നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നു, അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ. എന്തുകൊണ്ട്? ബിത്തിഖാദിക്കുമുൽ അജ്ല, ഞാൻ തിരിച്ചു വരുന്നതിനിടയിൽ നിങ്ങൾ മൂരിക്കുട്ടനെ ആരാധ്യപാത്രമാക്കി, ദൈവമാക്കി. അതോ ഇന്ന ശിർക്കൽ ദുൽമുൻ അലീം, ഞാൻ അതിന്റെ മേലെ ഒരു അക്രമം ദുനിയാവിലില്ല. ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ദോഷങ്ങളാണ്. ദോഷങ്ങളിൽ മാക്സിമം ദോഷം ശിർക്ക് ചെയ്യുക എന്നതാണ്. അതിവിടെ സംഭവിച്ചു കഴിഞ്ഞു. ബിത്തിഖാദിക്കുമുൽ അജ്ല, പശുക്കുട്ടിയെ ദൈവമാക്കിയതോടുകൂടി നിങ്ങൾ വലിയ അക്രമകാരികളാണ് ആയത്. ചെറുതൊന്നല്ല, വലിയ പൂർത്തമുട്ട അക്രമങ്ങൾ ചെയ്തത്. ഫത്തൂബു, അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യുക. ഇലാ ബാരിക്കും, ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹിനെ ബാരി എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ന്യൂനതയില്ല. ഖുർആൻ പറഞ്ഞില്ലേ, തഫാവുത്തില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല
വഹുവൽ അസീസുൽ ഗഫൂർ. അതിലിങ്ങനെ പറഞ്ഞിട്ട് തഫാവുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സൂറത്തിൽ. സൃഷ്ടിപ്പിൽ യാതൊരു കുഴപ്പമില്ല. അതന്നെയാണ് ഈ ഭാര്യ. സ്വന്തം ന്യൂനതയില്ല, അവൻ ഇടപെടുന്ന ഒന്നിലും ന്യൂനതയില്ല. ഓരോന്നും അതാത് സ്ഥലത്താണ് അവൻ വെച്ചത്, ചെയ്യുന്നത്. ഒന്നിലും സ്ഥാനം തെറ്റിയിട്ട് അള്ളാനിരുന്ന ഒന്നും ഉണ്ടാവില്ല. അതിനാണ് അക്രമം എന്ന് പറയുക. അക്രമം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ വലഹു ഷരീഫ് ഗൈരി മൗലയി എന്നാണ്. വലഹു ഷരീഫ് ഗൈരി മൗലയി, അതാണ് അക്രമം. ഒന്നിന് സ്ഥാനം തെറ്റി വെക്കുക, അത് അള്ളാനിരുന്ന് ഉണ്ടാവില്ല. അതാണ് ഭാര്യ. ആ ഭാര്യ ആയ അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. എന്താണ് അവരുടെ തൗബാരങ്ങൾ? ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ ശരീരങ്ങളെ കൊല്ലുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും, അതാണ് പടച്ചവനെടുത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഫതാബ അലൈക്കും, ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞേ കേട്ട് തൗബ ചെയ്താൽ അള്ളാഹു തആല നിങ്ങളെ തൗബ സ്വീകരിക്കും. ഇന്നഹു വത്തവാബുർ റഹീം, അവൻ ധാരാളം തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യക്കടലുമാണ് എന്ന്. ഇവിടെ ഇതാണ് അതിന്റെ അർത്ഥതാണ്. അതിൽ ഞമ്മക്ക് പഠിക്കാനുള്ളതും അനുബന്ധമായ സംഭവങ്ങളാണ് പറയാനുള്ളത്. മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു വന്നപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞു, സമുദായം കെട്ടുപോയി, നേതൃത്വത്തെ അവഗണിച്ചു, എല്ലാം ശിഥിലമാക്കി, ആശയങ്ങളെ തൂത്തെറിഞ്ഞു, ആദാബുകളെ കീറി മുറിച്ചു. മൂസാ നബിക്ക് ദേഷ്യം കയറി. ഹാറൂൻ നബിയുടെ താടിക്ക് പിടിച്ച് ആ അവസ്ഥ വരെ ഉണ്ടായി. എന്തായിരുന്നു എനിക്ക് പണിയെന്നൊക്കെ രീതിയിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് അല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായി. കാരണം തൗഹീദാണ് പൊളിഞ്ഞത്. ഇങ്ങനൊക്കെ ആയിട്ടും അവരെ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഓർഡർ പറയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ. മൂസാ നബി വന്നപ്പോ സംഗതി ശരിയായി. അവർക്കൊരു കുറ്റബോധം ഉണ്ടായി. പറഞ്ഞു നീ തൗബ ഉണ്ട്. എന്താ തൗബ എന്നറിയോ? ഇതിന്റെ തഫ്സീറിൽ കാണാം. മൂരിക്കുട്ടനെ ആരാധിക്കാത്ത ആളുകളുണ്ട്. ഒരഭിപ്രായത്തിൽ അവർ 12,000 ആളുകളുണ്ട്. അവരോട് ഈ ആരാധിച്ചിരുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അതാണ് അന്നത്തെ തൗബ. നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തില്ലേ? ആ നിലക്കുള്ള തൗബയൊക്കെയാണ് ഉമ്മത്ത് മുഹമ്മദിന് അള്ളാഹു ഏൽപ്പിച്ചെങ്കിൽ പൊരയില് ഇന്ന് നാസ്താക്കാൻ നേരത്തെ ഒറ്റ കുട്ടികളുണ്ടാവില്ല. കാരണം സുബീസ്കരിക്കാൻ കേൾക്കണവരുണ്ടാവും. അവിടെ ഇപ്പൊ തൗബ വാപ്പ മോനെ കൊല്ലണം എന്നാക്കുകയാണെങ്കിൽ നാസ്തക്ക് കുട്ടികളുണ്ടാവില്ല. ചെലവ് പറയും, പക്ഷെ കുറെ പള്ളിക്കാട്ട് കൊണ്ടിരുന്നതാണ്. നമുക്കങ്ങനെ തൗബ ഇല്ല. ആ അള്ളാന്റെ വലിയ റഹ്മത്താണ്. അള്ളാഹ് പറഞ്ഞാ പിന്നെ നിവർത്തില്ലല്ലോ. അൻഫുസക്കും, തെറ്റിയാത്ത ആളുകൾ, തെറ്റെയ്ത ആളുകളെ കഴുത്തിന് വെട്ടുക, അതാണ് തൗബ. ഇതിന്റെ തഫ്സീറിൽ കാണാം എല്ലാരും ഉണ്ട് നേരന്ന് നിന്ന്. അപ്പൊ മൂരിക്കുട്ടനെ ആരാധിച്ച ആളുകൾ ഉണ്ടാവും, ആബിദീങ്ങൾ. അവരെ വെട്ടേണ്ടത് ആരാധിക്കാത്ത ആളുകളാണ്. ഈ ആരാധിക്കാത്ത ആളുകളുടെ കയ്യിൽ മുഴുവനും കത്തി കൊടുത്തു. ആരാധിച്ച കുറ്റക്കാരെ മുഴുവനും നിരത്തി നിർത്തി. ഇങ്ങനെ നോക്കുമ്പോ വാപ്പ ഉയർത്തിയ കത്തിന്റെ നേരെ മുമ്പിലിക്കണ മോനാണ്. മോൻ ഉയർത്തിയ കത്തിന്റെ നേരെ മുമ്പിലിക്കണ വാപ്പയാണ്. ആകെ പ്രശ്നമായി. കൊല്ലാൻ കഴിയില്ലല്ലോ. കാരണം വലിയ കാരുണ്യത്തിലും സ്നേഹത്തിലും വെരി ഹാപ്പി ലൈഫിൽ കഴിയല്ലേ, സന്തോഷല്ലേ. ഇത് അള്ളാന്റെ ഓർഡർ നടപ്പിലാക്കാൻ വേണ്ടി നിരന്നല്ലോ. ഓലമിൽ ദേഷ്യല്ലോ. എങ്ങനെ ആയാലും ഒരു വാപ്പാക്ക് മോന്റെ കഴുത്തിന് കത്തി വെക്കാൻ തോന്നൂലല്ലോ. അതിൽ ആകെ പ്രശ്നമായി. ഇവര് കരയാൻ തുടങ്ങി. എന്തേന്ന് വെച്ചു, എങ്ങനെ മൂസ ഇവിടക്കൊക്കെ കത്തി വെക്കുമെന്ന് വെച്ച്. മോന് വാപ്പാന്റെ കഴുത്തിൽ കത്തി വെക്കൂലല്ലോ. അപ്പൊ മൂസാ നബി അള്ളഹാനോട് പറഞ്ഞപ്പോ അള്ളാഹ് ഒരു തരം കാർമേഘ ഇട്ട് കൊടുത്തെന്നാണ്. ഇനി ആണ്ടോണ്ടും കാണൂല. മുന്നിലുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാവുള്ളൂ. കഴുത്തിന് വെട്ടാൻ സുഖ, കറണ്ട് പോയാൽ തിന്നാൻ സുഖ എന്ന് പറഞ്ഞാല് കറണ്ട് വരാതിരിക്കാൻ തോർക്കണ ഒരു സമയം തിന്നണ സമയത്താണ്. കാരണം കോഴിക്കോട് എടുക്കണ അപ്പുറത്തുള്ളവൻ കാണൂല എന്ന് പറഞ്ഞാൽ ഇത് കാർമേഘ ഇട്ട് കൊടുത്തപ്പോ വെട്ടിനെ കാണൂല. മണ്ണൂർക്ക് പോകുമ്പോൾ അറിയുള്ളൂ സംഭവം നടന്നിരിക്കുന്നത്, വെട്ടിനെ കാണൂല. അങ്ങനെ ഈ കാർമേഘത്തിനുള്ളിൽ എല്ലാവരും വെട്ടു. വെട്ടാനാണ് തുടങ്ങി. 3 ദിവസം തുടർച്ചയായിട്ട് വെട്ടു. 70,000 ആളുകളാണ് അറക്കപ്പെട്ടത്. 70,000. തഫ്സീർ റാസി, തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ കാണാൻ ഈ സംഭവം. 70,000 ആളുകൾ. മൂസാ നബി ഹാറൂൻ നബി പുടുത്തം വിട്ട കരച്ചില്. കാരണം എവിടക്കപ്പ ഈ പോണത്? മൂസാ നബി തന്നെ പഠിച്ചവനെ ഈ പോക്ക് പോണയിൽ ബനു ഇസ്രായേൽ വാക്യാവല്ലോ ഉറപ്പേ എന്ന് പറഞ്ഞിട്ട് കാര്യം തുടങ്ങി. അല്ലാതെ നിർത്തണേ, മതി മതി മതി. കൊല്ലപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗത്തിലാണ്, കൊന്ന ആളുകളും സ്വർഗത്തിലാണ്. അതാണ് തൗബ. കത്തിയേറ്റ് വെട്ടിയ ആളുകളും സ്വർഗത്തില്, മരിച്ച ആൾക്കാരും സ്വർഗത്തിൽ. സുബ്ഹാനല്ലാഹ്, എല്ലാരും സ്വർഗത്തിൽ. അത്ര വലിയ അക്രമമാണ് അവർ ചെയ്തത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഫഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കൊല്ലുക. നമുക്ക് ബാധകാണെന്നാണ്. നമ്മൾ ആടൊന്നും കൊല്ലല്ല. നമുക്ക് അന്നഫ്സുൽ അമ്മാറ എന്നുള്ളൊരു നഫ്സ് ഉണ്ട്. ഫഖ്തുലു അൻഫുസക്കും, അതിനെ കൊല്ലണം. അതാണ് നമ്മളെ തൗബ. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അന്നഫ്സുൽ അമ്മാറയാണ്. അന്നഫ്സുൽ അമ്മാറയിൽ നിൽക്കുന്ന ആളുകൾ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്തതിന് കുറ്റബോധം ഉണ്ടാവില്ല, തെറ്റ് ആഘോഷിക്കും. അതാണ് അന്നഫ്സുൽ അമ്മാറയുടെ ചീഞ്ഞ സ്വഭാവം. തെറ്റുകൾ ചെയ്യും. ആ തെറ്റുകൾ ചെയ്തത് അവർക്ക് പെരുന്നാളാവും. അത് കഴിഞ്ഞാലും അവരിങ്ങനെ ചിന്തിച്ചിട്ട് ആഘോഷിക്കും. അവരിങ്ങനെ ഷെയർ ചെയ്യും. അതാണ് നഫ്സുൽ അമ്മാറ. നഫ്സുൽ ലവ്വാം ഉണ്ട്, അതിന്റെ നേരെ അപ്പുറത്തെ തസ്തികയാണ്. അതിലും തെറ്റ് ചെയ്യും, പക്ഷെ കുറ്റബോധം ഉണ്ടാവും. അതിന്റെ അപ്പുറമാണ് മുൽഹിമ, തെറ്റുകൾ കുറയും, നല്ല ഇൻഫർമേഷൻ കിട്ടും. അതിന്റെ അപ്പുറമാണ് മുത്തുമൈന. മുത്തുമൈനയിലെത്തിയാൽ ഇബാദത്തുകൾക്കൊക്കെ ടേസ്റ്റ് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുൽ അമ്മാറയെ കൊല്ലുക. അത് നമുക്കുള്ള ഓർഡർ, മക്കളെ കൊല്ലാനല്ല. നമ്മൾ നമ്മുടെ നഫ്സുൽ അമ്മാറയെ കൊല്ലുക. നമ്മൾ മൂരിക്കുട്ടനെ ആരാധിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ മൂരിക്കുട്ടനെ ആരാധിക്കുന്നുണ്ട്. നമ്മളെ മൂരിക്കുട്ടൻ ജാഹും മാലും ദുനിയാവുമാണ്. അതിനെ കൊല്ലുക എന്നും അവിടെ സൂചന ഉണ്ട്. ഫഖ്തുലു അൻഫുസക്കും, നമ്മൾ ആരാധിക്കുന്നത് എജിലിനെയാണ്. ഏതാണ് ആ മൂരിക്കുട്ടൻ? അള്ളാഹിനെ മറന്നുകൊണ്ടുള്ള പ്രശസ്തി, അള്ളാഹിനെ മറന്നുകൊണ്ടുള്ള പ്രതാപം, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള സ്വാധീനം, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള സ്ഥാനമാനം, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള വിഭവങ്ങൾ, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ദുന്യാവിന്റെ ആഡംബരങ്ങൾ. അതാണ് നമ്മുടെ അൽബക്കറ, അതാണ് നമ്മുടെ മൂരിക്കുട്ടി. അതിനെ നമ്മൾ അറക്കണം. എന്നിട്ട് തൗബ ചെയ്താലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ ദുന്യാവിനെ കെട്ടിപ്പണിഞ്ഞ് പൂജിക്കുകയും അള്ളാഹ് എന്ന് വിളിക്കുകയും ചെയ്താൽ ആ വിളി എത്തേണ്ടടുത്ത് എത്തുകയില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. വേറൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ റുക്കൂ ചെയ്യുന്നുണ്ട്, ഷാഫിമാ റുക്കൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ട്, സദ്ദീൽ അക്ബർ സുജൂദ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എഴുത്തുകാലിരിക്കുന്നുണ്ട്, മുഹത്താ എഴുത്തുകാലിരിക്കുന്നുണ്ട്. എല്ലാം ബാഹ്യമായ ഒരേ കാഴ്ചയാണ്. ഒരു പടി പഴയ ആളുകളെക്കാൾ കൂടുതൽ രാത്രി നമ്മൾ നോമ്പൊക്കാവുമ്പോൾ സജീവാക്കുന്നുണ്ട്. ഖുർആൻ ഖത്മ തീർക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വിഷയം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മൂരിക്കുട്ടനുണ്ട്. അവരെ ഹൃദയത്തിനുള്ളിൽ ആ മൂരിക്കുട്ടനില്ല. നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മൂരിക്കുട്ടൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിന്റെയും ഓർമ്മയെ കാരണത്തുനിന്ന പണമെന്ന മൂരിക്കുട്ടനാണ്, ദുനിയാവെന്ന മൂരിക്കുട്ടനാണ്, കച്ചവടമെന്ന മൂരിക്കുട്ടനാണ്, രാഷ്ട്രീയമെന്ന മൂരിക്കുട്ടനാണ്, സ്വാധീനമെന്ന മൂരിക്കുട്ടനാണ്, പ്രതാപമെന്ന മൂരിക്കുട്ടനാണ്, പ്രശസ്തി എന്ന മൂരിക്കുട്ടനാണ്, സ്ഥാനമാനങ്ങൾ എന്ന മൂരിക്കുട്ടനാണ്. അതിനെ അർത്ഥാലേ അള്ളാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹ് കൂടെ ഉണ്ടാവുള്ളൂ. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, അള്ളാഹ് മുഹ്സിനീങ്ങളെ കൂടെയാണ്. നമുക്ക് സ്വന്തം ശരീരത്തെ അറക്കേണ്ട ഒരു ഗതിയില്ല. അത് അവർക്ക് അള്ളാഹു ഏൽപ്പിച്ചു. നമ്മളോട് പറഞ്ഞു, നമ്മളെ തൗബ മുത്തനബി ആകുന്ന ലീഡറെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെ തൗബയായിട്ട് അള്ളാഹു പറഞ്ഞത് ഒറ്റ കാര്യം മാത്രം: നിങ്ങൾ ചെയ്തതിൽ നൊന്ത് വേദനിച്ചുകൊണ്ട് ഇനി ചെയ്യില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. കഴിഞ്ഞു, നമ്മുടെ കഴിഞ്ഞു, വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഏത് കഴിഞ്ഞു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ടും അതിന് നമ്മൾ തയ്യാറല്ലെങ്കിൽ, മൂസാ നബിന്റെ കാലത്ത് തന്നെ ഈ തീരുമാനം പിൻവലിക്കപ്പെടലോടുകൂടി അവരുടെ തൗബയുടെ ഒരു അവസ്ഥയും അങ്ങനെയായി മാറിയിരുന്നു. അവർക്കും അങ്ങനെയുള്ള തൗബയുടെ അവസ്ഥ ഉണ്ടായിരുന്നു. 70,000 ആളുകൾ അന്ന് മഴക്ക് ദ്വാരക്കാൻ വേണ്ടി പാടത്തേക്ക് നിരത്തി മൂസാ നബി. ഇതിനൊക്കെ ശേഷം അന്ന് അപ്പൊ തൗബ തന്നെ ആയിരുന്നു. ഇതിന് അറിവൊന്നും ഉണ്ടായിരുന്നില്ല, ആണ്ടൊന്നും അറിവൊന്നും ഉണ്ടായിരുന്നില്ല. മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു, 70,000 ആളുകളെ മഴക്ക് വേണ്ടിയിട്ട് പുറത്ത് നിരത്തി നിർത്തിയിട്ട് ദ്വാരന്നിട്ട് മഴ പെയ്യണില്ല. അപ്പൊ മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു, മഴ പെയ്യൂല, നിങ്ങൾ പുറത്ത് നിരത്തി ഇരുത്തിയിട്ടുള്ള 70,000 ഉണ്ടല്ലോ, അതിൽ ഒരാളുണ്ട്, അയാളെ പുറത്താക്കാതെ മഴ വരൂല. അയാളെ പ്രത്യേകത അസല്ലാഹ 40 സന, 40 കൊല്ലം അള്ളാഹ്ക്ക് ഇതിൽ മാത്രം ചെയ്ത ആള്, തമ്മാടിയാണ്. ആള് തൗബ ചെയ്തിട്ടില്ല. 40 കൊല്ലം ആൾക്ക് പണി തമ്മാടിത്തരം മാത്രമാണ്. അയാളെ സദസ്സിന്ന് പുറത്താക്കാതെ നിങ്ങൾക്ക് മഴ നേരൂല, നിങ്ങൾ ദ്വാരന്നിട്ടും കാര്യമില്ല. അതിലൊരു സൂചന ഉണ്ട്, ദ്വാരക്കണ വലിയ മഹാനായാലും ഉത്തരം കിട്ടൂല. മജ്ലിസിൽ ഹംക്കുണ്ടെങ്കിൽ നിങ്ങളെ മജ്ലിസിൽ ഇന്നെ പോലത്തെ ദ്വാരക്കണ പിന്നെ പോലത്തെ പറയും വേണ്ട. ഈ മജ്ലിസിൽ ഇന്നെ പോലത്തെ 1-2 ഉണ്ടെങ്കിൽ ദ്വാരക്കണ വലിയ ആളാണെങ്കിൽ ഉത്തരം കിട്ടൂല. മൂസാ നബിയാണ് ദ്വാരക്കണ, അത് പറഞ്ഞ ഉത്തരം തരൂല. അങ്ങനെ ആമീൻ ഭരണ കൂട്ടത്തിൽ ഒരു മാഷറ പോത്തുണ്ട്, ഓനെ പുറത്താക്കണം എന്നാണ്. എന്താ അവന്റെ പ്രത്യേകത? അസല്ലാഹ 40 സന, 40 കൊല്ലം തെറ്റുകൾ മാത്രം ചെയ്ത ആളാണ്. ഓനെ പുറത്താക്കിയാലേ മഴ വരുള്ളൂ. അപ്പൊ ആരാണ് ആള് എന്ന് മൂസാ നബിക്ക് അള്ളാഹ് പറഞ്ഞു കൊടുത്തില്ല. അത് നമ്മളും ചെയ്യരുത്. ആള് സാഹസിലിട്ടിട്ട് കളിയാക്കരുത്, പേര് പറഞ്ഞ് കളിയാക്കരുത്, വിഷയങ്ങൾ പറയാനേ പറ്റും. ആ തുണിന്റെ ബാക്കിലുള്ള ആളുണ്ടല്ലോ എന്ന് പറയാണ്ട് പറയാം. സംഗതി പറഞ്ഞു മാത്രം. ആളെ അള്ളാഹു തആല പറഞ്ഞു കൊടുത്തില്ല. മൂസാ നബി ആരച്ചിട്ടപ്പോ പുറത്താക്കുക?
ആളെ കിട്ടണ്ടേ? ആളെ കിട്ടിയ അവിടെ പുറത്താക്കൽ മാത്രമല്ല നടക്കുക. മൂസാ നബി ഒറ്റയടിക്ക് ഒരാളെ ചാമ്പിയാളാ. പുറത്താക്കൽ മാത്രമല്ല, പലതും നടക്കാൻ സാധ്യതയുണ്ട്. ആളെ പറഞ്ഞു കൊടുത്തില്ല. മൂസാ നബി ഇങ്ങനെ അലറി, അള്ളാഹ്ക്ക് 40 കൊല്ലം തമ്മാടിത്തരം ജീവിച്ച മനുഷ്യ, ഈ സദസ്സിന് പോടാ പുറത്ത്, മൂദേവി പോ പുറത്ത്. ആരും അനങ്ങിയില്ല. കാരണം ആരാ പുറത്തു പോവാ? ആ ഇരുത്തം തന്നെ എല്ലാരും. ഇതിങ്ങനെ പറയണ കേട്ടപ്പോ ഈ തെറ്റ് ചെയ്ത ആൾക്ക് മനസ്സിലായി ഏകദേശം നമ്മളെ കുറിച്ച് തന്നെയാണ്. സ്ഥലവും പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സംഗതി ബനിയം പൊളിയുന്ന സൈസ് ഡയലോഗാണ് അടിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മളെ കുറിച്ച് തന്നെയാണ് എന്ന് മനസ്സിലായി. അയാൾക്ക് പേടി തുടങ്ങി. മൂസാനെ പേര് ഞാൻ പറഞ്ഞ നീക്കണോ? നീച്ചാലും ആളെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അയാൾക്ക് ബേജാറായി. അയാൾ ഇങ്ങനെ ഉള്ളുരുകി. ഖാലിക്കായ റബ്ബിനെ പേടിച്ചിട്ടില്ല, ഹൽക്കിനെ പേടിച്ചു. മൂസാ നബി വിട്ടുവെന്ന് പേടി വന്നു, ജനങ്ങളിടയിൽ വഷളാവെന്ന് പേടി വന്നു. അപ്പൊ അയാളെ തോളിലൊരു ഷാള് ഉണ്ട് എന്നാണ്. ഈ ഷാള് അയാൾ നേരെ മൂത്ത് കണ്ടിട്ട്, ആള് കാണാതിരിക്കാൻ, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു തോബ. എന്താ തോബാന്നറിയോ? പടച്ചോനെ, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല. മൂസാ നബിന്റെയും ബനു ഇസ്രായേലും ബില്ലിനെ വഷളാക്കരുത് റബ്ബേ. എനിക്ക് മക്കളൊക്കെ ഉള്ളതാണ്. ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയും, ഞാൻ തെറ്റ് ചെയ്യില്ല റബ്ബേ. തീരുമാനമായി, കൊള്ളി മുറിച്ചിട്ടു, ഇനി ഞാൻ മടങ്ങൂല റബ്ബേ. എന്നെ നരകത്തിലിടരുത് എന്നല്ല, അതാളെ വിഷയമല്ല. എന്നെ വഷളാക്കരുത് എന്നാണ്. നരകത്തിലിടാന്നോടത്ത് മുമ്പ് എത്തിയിട്ടല്ല. എന്നെ ഇടയിൽ വഷളാക്കരുത് റബ്ബേ, ഞാൻ തെറ്റ് ചെയ്യില്ല എന്നാണ്. അപ്പൊ മഴ ഉണ്ടായത്. തൗബന്റെ ഗൗരവം നോക്കാൻ നിങ്ങൾ. അപ്പൊ അങ്ങോട്ട് മഴ ചെയ്തു. അതിൽ മൂസാ നബിക്ക് ഭയങ്കര അത്ഭുതമായി. മഴ പെയ്തതിലെല്ലാം അത്ഭുതം കേട്ടോ. പിന്നെ എന്തിനാണ് അത്ഭുതം എന്ന് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ അതിന് മറുപടി പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നവർ മാത്രമല്ല ഗവേഷണം ചെയ്യുന്നവരുമാണ് എന്ന മാർക്ക് ആ മറുപടി പറഞ്ഞ ആൾക്ക് ഞാൻ തരും. മഴ പെയ്തയിലല്ല അത്ഭുതം മൂസാ നബിക്ക്, പിന്നെ എന്തിലായിരിക്കും അത്ഭുതം? ഒരാൾ പറയാം. തൗബ തൗബ ചെയ്തോണ്ടാ? തൗബ ചെയ്തോണ്ട് ഇതിന് എത്ര അത്ഭുതം തൗബ ചെയ്യണല്ലേ? ഓ, അള്ള പറഞ്ഞ് 40 കൊല്ലം തെറ്റ് ചെയ്ത ഒരാളെ കൂട്ടത്തിലുണ്ട്. അയാളെ പുറത്തു പോയാലേ മഴ വരുള്ളൂന്ന്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആരും പുറത്തു പോയിട്ടില്ല, എന്നിട്ട് മഴ വന്നു. അപ്പൊ നിങ്ങൾ ആ വിഷയത്തിൽ ഗവേഷണത്തിൽ നിങ്ങൾ പാസ്സായി. വേറെ പൈസ ഒന്നും ഇപ്പൊ തരണ്ടേ? മനസ്സിലായില്ലേ? അതാണ് അള്ളാഹു പറയുന്നു, ഇതിന്ന് ഒരാളെ പുറത്താക്കിയാലേ മഴ വരുള്ളൂ. ഇവിടുന്ന് ഒരാളും പുറത്തു പോയിട്ടില്ല. മഴ പേമാരി വരും. അപ്പൊ മൂസാ നബിക്ക് അത്ഭുതമായി. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചോനെ, ഒരാളെ പുറത്താക്കിയാലേ മഴ വരുള്ളൂ നീ പറഞ്ഞല്ലോ, ഞാനാര് പുറത്താക്കാൻ ശ്രമിച്ചു, ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ഈ മഴ ഒന്നും ചെയ്ത്. അപ്പൊ എന്തേന്ന് വെച്ചാൽ അപ്പൊ അള്ള പറഞ്ഞ മറുപടി ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അള്ള പറഞ്ഞ മറുപടി എന്താ അറിയോ? നേരത്തെ ഏതൊരു മനുഷ്യൻ ആ സദസ്സിൽ ഇരുന്ന ബലാവ് കൊണ്ടും അവനിരുന്ന ഹലാക്ക് കൊണ്ടും അവനിരുന്ന അവലക്ഷണം കൊണ്ടുമാണോ ഞാൻ മഴ തരാതിരുന്നത്, എന്നാൽ അതേ മനുഷ്യൻ ഇരുന്ന ബറക്കത്ത് കൊണ്ടാണ് ഇപ്പോൾ മഴ തരുന്നത്. നേരത്തെ ഏതൊരു മനുഷ്യൻ ഇരുന്ന കുഴപ്പം കണ്ടാണോ നിങ്ങൾക്ക് മഴ ഞാൻ പിടിച്ചു വെച്ചത്, ഇപ്പോൾ ഞാൻ മഴ അഴിച്ചു വിട്ടത് ആ മനുഷ്യൻ ഇരുന്ന ബറക്കത്ത് കൊണ്ടാണ് മൂസ. എന്തേ ഇടയിൽ സംഭവിച്ചത്? ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഉന്നത സ്ഥാനത്തേക്ക് ബറക്കത്തുള്ളവനായി മാറാൻ എന്തേ ഇടയിൽ സംഭവിച്ചത്? ഫതൂബുയിലാബാരിക്കും, മനസ്സറിഞ്ഞിട്ട് മനസ്സൊരുക്കിട്ട് അള്ളാന്നാണ് വിളിച്ചു. കണ്ണിന്റെ ഉള്ളിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ വെള്ളം കണ്ടിട്ട് അള്ള തീരുമാനം നേരെ തുബുയിലാബാരിക്കും, നമുക്ക് മതി. ഫഖ്തുലു അൻഫുസക്കും നമുക്കില്ല. അതിനും പറ്റാത്ത ആളുകളുടെ പേരാണ് മിൻ അഹ്ലിന്നാർ. അതിന്റെ അടിയിലും ബ്രാക്കറ്റിൽ എഴുതി കൊടുത്താളി നിർഭാഗ്യവാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹുവെ പറഞ്ഞും കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ നിന്നിലേക്ക് മനസ്സ് തുറന്നു തരണേ അല്ലാഹ്. മാരിഫത്തിന്റെ പാത്രമായി ഹൃദയങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. അതിന് തടസ്സമാകുന്ന അഴുക്കളിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്ന് മനസ്സകങ്ങളെ മുക്തമാക്കണേ അല്ലാഹ്. മഹബത്തും മാരിഫത്തും നിറച്ച ഈമാനിന്റെ സുഖത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്.
തവക്കുലിന്റെ ഫലങ്ങൾ നൽകണേ അല്ലാ, ഈമാനിന്റെ ലൈറ്റ് നൽകണേ അല്ലാ, മഹബത്തിന്റെ പ്രഭ നൽകണേ അല്ലാ. അള്ളാഹുവേ, നീയും നിന്റെ ഹബീബും ഞങ്ങളെ ഹൃദയത്തിൽ ഏറ്റവും വലുതാകണേ അല്ലാ, മറ്റൊക്കെ അതിന്റെ താഴെ താഴെ താഴെയാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, നിന്നിലേക്ക് അടുക്കാൻ ഏതാണോ ആത്മീയ റൂട്ടിൽ ഗതാഗത കുരുക്ക് അതൊക്കെ നീക്കി തരണേ അല്ലാ. അള്ളാഹുവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ രക്തം നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ഹൃദയം നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ സംസാരം നന്നാക്കി തരണേ അല്ലാ, പെരുമാറ്റം നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, അന്തസ്സുള്ള ആയുസ് നൽകണേ അല്ലാ, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. സദസ്സിൽ ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, കച്ചവടക്കാർ, പ്രവാസികൾ, കടലിൽ ഇറങ്ങുന്ന ആളുകൾ, കരയിൽ പണിയെടുക്കുന്ന ആളുകൾ, മരത്തിന്റെ മുകളിൽ കയറുന്ന ആളുകൾ, കിണറ്റിന്റെ അടിയിൽ ഇറങ്ങുന്ന ആളുകൾ, പഠിതാക്കൾ, അധ്യാപകന്മാർ പലരുമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഫീൽഡുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, പഠനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, അധ്യാപനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ, മാനക്കേട്, നാണക്കേട്, ഗുരുത്തക്കേടിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ, മക്കളെ, ബന്ധപ്പെട്ടവരെ നീ സ്വർഗസ്ഥരാക്കണേ അല്ലാ. കത്തിക്കാളുന്ന നാരകീയ ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. വ്യക്തിപരമായ കാര്യത്തിന് ആരാന്റെ കൊലായിൽ യാചിക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. ഹറാമായ കാശിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഹലാലായ സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. പാവങ്ങളെ സഹായിക്കാൻ, നല്ല സംരംഭങ്ങളിൽ കൊടുക്കാൻ ഹലാലായ ഫുലൂസ് നൽകണേ അല്ലാ. ഹറാമായ കാശുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സമ്പത്ത്, സന്താനങ്ങളെ, കച്ചവടങ്ങളെ, പഠനങ്ങളെ, ഇൽമിനെ നന്നാക്കി തരണേ അല്ലാ. എല്ലാം നാഫിയാക്കി തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ നീ ഗതികേടിലാക്കല്ലേ അല്ലാ, നാണക്കേടിലാക്കല്ലേ അല്ല, അപമാനിതരാക്കല്ലേ അല്ല, നിന്ദ്യരാക്കല്ലേ അല്ല, വഷളാക്കല്ലേ അല്ല. ഇരുലോകത്തും പ്രത്യേകിച്ച് പരലോകത്തും അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഗുരുവര്യന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. ഞാൻ ഏതോ ഒരു ക്ലാസ്സിലോ ഒരു പ്രസംഗത്തിലോ റബീഉലുമായി ബന്ധപ്പെട്ട മഹബത്ത് പറഞ്ഞപ്പോൾ ഒരു കണ്ണൂർ എൻ്റെ ഒരു അനുജ സുഹൃത്ത്, ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിയെ പോലെ, അങ്ങനെയുള്ള കുറെ കുട്ടികളുണ്ടല്ലോ നമുക്ക്, ആ കുട്ടിയാണായിരിക്കണത്. നിങ്ങൾ ഇതായിരിക്കണം കണ്ണൂർക്കാരൻ. ഭയങ്കര ഒരു മഹബത്തിൻ്റെ ആളാണ്. അല്ലാഹു തആല നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ കുട്ടിയെന്ന് തന്നെ അവിടേക്കുള്ള പെണ്ണുങ്ങളെ കുട്ടിയെന്ന് അർത്ഥം വെക്കരുത് കേട്ടോ.